ഇതിന്റെ സക്സസ് എന്ന് പറയുന്നത്. പിന്നെ നമ്മൾ ഈ ഒരു 2 ഡേയ്സിൽ നമ്മൾ പ്രത്യേകിച്ച് ആ മഴയുടെ സമയത്തൊക്കെ നമ്മൾ പ്രോഗ്രാം ഫസ്റ്റ് ഡേ തന്നെ നമ്മൾ കൊളായി പോകുമെന്ന് വിചാരിച്ചിരുന്നത് അവിടെ ഒരു എനർജി നമുക്കുണ്ടായി. അതും തന്നെ ഒരു നമ്മുടെ സ്ട്രെങ്ത് ആക്കി മാറ്റി. നമ്മളെ അത്രയും ബ്യൂട്ടിഫുൾ ആയിട്ട് നമുക്ക് മുസ്ലിംസ് ചെയ്യാൻ പറ്റി. പിന്നെ അതുപോലെ തന്നെ നല്ല റിവ്യൂസ് ആണ് നമ്മുടെ ചുറ്റുവട്ടത്തിലെ ആളുകളുടെ അടുത്ത് കിട്ടിയിട്ടുള്ളത്. ഫ്രണ്ട്സ് ആയാലും നല്ല നമ്മൾ ചെയ്യുന്നതിലാണ് കാര്യം എന്നുള്ളൊരു രീതി നിൽക്കുമ്പോഴാണ് എനിക്ക് പേഴ്സണലി ജോയിൻ ചെയ്യാൻ തോന്നിയ കമ്മ്യൂണിറ്റി ലോജിസ്റ്റിക്സ് ആയിരുന്നു. എനിക്ക് താല്പര്യം അത് തന്നെയായിരുന്നു. പക്ഷെ അതിൽ കമ്പാരിറ്റീവ്ലി കുറച്ച് ചെയ്യാൻ കഴിഞ്ഞിട്ടുള്ളൂ. പക്ഷെ ചെയ്തത് ഞാൻ നല്ല എൻജോയ് ചെയ്ത് തന്നെ ചെയ്തിട്ടുണ്ട്. അവിടെ നമുക്ക് ജാസ്കി റോബിത്ത് ഇങ്ങനെ പറഞ്ഞുതരും, ഇവിടെ എങ്ങനെയാണ് നിങ്ങളുടെ ഒരു സാധനം ക്ലിയർ ആക്കുക, നിങ്ങൾ അത് മാത്രം നോക്കിയാൽ മതി, ബാക്കിയൊന്നും നോക്കണ്ട, ബാക്കിയെല്ലാം സെറ്റ് ആവും. പക്ഷെ നിങ്ങളുടെ സാധനം കറക്റ്റ് ചെയ്യാന്നുണ്ട്. ആ ഒരു സാധനത്തും അത് ചെയ്തു തുടങ്ങിയപ്പോൾ ഭയങ്കര അടിപൊളിയായിട്ട് ലാസ്റ്റ് വരെ അത് ശരിക്കും എത്താൻ പറ്റും. അത് ഭയങ്കര സന്തോഷമുള്ള കാര്യം. അതായത് എനിക്ക് പേഴ്സണലി ഭയങ്കരമായിട്ട് ഞാൻ ഇൻവോൾവ് ആയി, ഞങ്ങൾ എഫേർട്ട് ഇട്ടൊരു സാധനം വന്നു എന്ന് തോന്നിയൊരു സാധനം. ഒരുപാട് കഷ്ടപ്പെട്ടു, നല്ല എൻജോയ് ചെയ്താണ്, വളരെ നല്ലൊരു അതെ അത്രയും. എന്നോട് നടന്നിട്ട് നല്ല പരിപാടി മനസ്സിലായി. പിന്നെ എൻ്റെ റൂംമേറ്റ്സ് ഒക്കെ പറഞ്ഞു, അവർ പറഞ്ഞത് നിങ്ങൾ എങ്ങനെയാ ഇങ്ങനെ എക്സാമിൻ്റെ ഇടയിലൊക്കെ ഇങ്ങനത്തെ പരിപാടി നടത്തുന്നത്, ഒരു ടെൻഷനും ഇല്ലാണ്ട്. എന്നാൽ പിന്നെ എക്സാമിന് മാർക്ക് കുറയണതോ ഫെയിലാവുന്ന അതൊന്നുമില്ല, അവിടെയും നിങ്ങൾക്ക് കിട്ടുന്നുണ്ട് മാർക്കൊക്കെ കണ്ടറിയാം. പക്ഷേ പരിപാടി നല്ല നടത്തി, അവരൊക്കെ വന്നു, അതുകൊണ്ട് ഒത്തിരി സന്തോഷം തോന്നി. പിന്നെ ഞാൻ പറഞ്ഞ പോലെ ഒരു ഡാൻസിലുണ്ടായിരുന്നു, പിന്നെ ഫൈനാൻസ് കമ്മിറ്റിയിലും ഉണ്ടായിരുന്നു. എനിക്ക് ഒട്ടും ഇതുവരെ ഞാൻ ചെയ്യാത്തൊരു പരിപാടിയായിരുന്നു ഫൈനാൻസ് എന്നുള്ളത്. അപ്പോൾ എൻ്റെ ഫ്രണ്ട് എന്നെ വിളിച്ചിട്ടിട്ടാണ് ഞാൻ അതിലോട്ട് വന്നത്. അപ്പോൾ പക്ഷെ അത് ചെയ്തപ്പോൾ എന്തൊക്കെയോ കുറേ കാര്യങ്ങൾ പഠിച്ച പോലെ തോന്നി. എന്താ ഞാൻ ഇതുവരെ ചെയ്യാത്തൊരു സാധനം ചെയ്ത തുടങ്ങി DSW പെർമിഷൻ കിട്ടാൻ ഈ ചരിത്രം പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റുന്ന കറാമത്ത് എന്നൊക്കെ പറഞ്ഞ NSന്റെ കറാമത്ത്. ഇനി മഴ പെയ്ത നിങ്ങൾക്ക് കൂപ്പൺ അടിക്കാൻ 11,000 മുടക്കിയത് കൂപ്പൺ തരികയായിരുന്നു അല്ലേ ഈ സമയത്ത്. ആ കൂപ്പണും ബാക്കിയുള്ളതും കൂട്ടിയിട്ടുള്ള ലാസ്റ്റ് ഫൈനൽ കയ്യിലിരിപ്പാണ് പറഞ്ഞത്. ഞാൻ അങ്ങോട്ടും കൂടെ ഒരുപാട് തർക്കിച്ചിട്ടുണ്ട്. പ്രവാസി നീ 1 മണിക്കൂർ നേരത്തേക്ക് വിളിക്കരുതെന്ന് പറഞ്ഞു സ്വിച്ച് ഓഫ് ആക്കിയിട്ട് എൻ്റെ മൈൻഡിലുണ്ടായിരുന്നു നമ്മൾ എന്ത് പരിപാടി ഇപ്പോൾ കഴിഞ്ഞ ഓണായാലും മറ്റൊക്കെ ഇങ്ങനെ കോർഡിനേറ്റ് ചെയ്ത് നമ്മൾ തന്നെ നടത്തിയോണ്ട് തന്നെ എനിക്ക് ഉറപ്പാണ് ഇതൊരു ടീം വർക്കാണ്. ആരുടെയും ഒരു തലയിൽ കൊടുക്കുന്നൊരു കാര്യമല്ല. പാക്ഡ് ഒന്നുമല്ലായിരുന്നു, പക്ഷെ ആംഫി തിയേറ്റർ ഫുള്ളും ആയിരുന്നു. ഞാൻ ഉദ്ദേശിച്ചതിൻ്റെ രണ്ടിനും ചെറിയ വ്യത്യാസം മനസ്സിലായിരുന്നു. പക്ഷെ അതിൽ തന്നെ ഭയങ്കര പ്ലസ് പോയിന്റ് ആവും. കാരണം എന്താ വെച്ചാൽ ഇവിടെ നോർത്ത് ഇന്ത്യക്കാർ ആ ആംഫി തിയേറ്ററിലേക്ക് വരുന്നത് ഒന്ന് തുള്ളിച്ചാടാനോ അല്ലെങ്കിൽ എന്തോ വലിയ സംഭവം നടക്കേണ്ടത് വിചാരിച്ചിട്ടാണ് വരുന്നത്. അവിടെ നമ്മൾ കാഴ്ചവെക്കുന്നത് നമ്മളെ കോൽക്കളിയോ വട്ടപ്പാട്ടോ ഈ കാര്യങ്ങൾ അവർക്ക് ഒരു കാരണവശാലും റിലേറ്റ് ചെയ്യാൻ പറ്റാത്ത ആർട്ട് ഫോം മുന്നിൽ ഉണ്ടായിട്ട് പോലും അത്രയും പേര്, എത്ര പേരാണുള്ള അത്ര പേര് അവിടെ നിൽക്കുക എന്ന് പറഞ്ഞാൽ അത് വലിയ കാര്യം. കാരണം ഏറ്റവും വലിയ ആ ഒരു കരുത്തിനാണ് നമ്മളുടെ ഈ വിജയാഘോഷം വെക്കുന്നത്. അപ്പം എന്തൊക്കെയാണെങ്കിലും കിടക്കാം. സംസാരിച്ച ഇത്തിരി നീണ്ടുപോകും. അപ്പം ബാൻ ചുരുക്കാണ്. ഞാൻ മുസ്ലിസിന്റെ ഫസ്റ്റ് ഡേയിലായിരുന്നു വന്നിട്ടുണ്ടായത്. അപ്പൊ ആ കയറി വരുന്ന സമയത്തിന് കൂടെ ഉണ്ടായിരുന്ന ആൾക്കാരുടെ അടുത്ത് ഞാൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു, അതായത്
വെന്യൂ എവിടെ കുറേ സംഭവങ്ങൾ ഇങ്ങനെ ഗ്രൂപ്പ് കാണുന്നുണ്ടെന്നല്ലാതെ കൃത്യമായിട്ട് വെന്യൂവിന്റെ കാര്യങ്ങളും കൂടുതലൊന്നും അങ്ങനെ അപ്ഡേറ്റഡ് ആയിരുന്നില്ല. സംഭവങ്ങൾ ഇങ്ങനെ തിളങ്ങി നിൽക്കുന്ന കുറെ ആൾക്കാർ. ഞാൻ ചോദിച്ചു ഇതെന്താണ് അവിടെ പരിപാടി, ഇതാണ് മുസിരിസ്താർ. അപ്പൊ ഞാൻ ഇത്ര വലിയ പരിപാടി ആയിരുന്നു എന്നുള്ള സാധനത്തിൽ ഭയങ്കര അത്ഭുതത്തോടെ തന്നെയാണ് ഉള്ളിലേക്ക് കയറി വന്നിട്ടുണ്ടായത്. അപ്പം വന്ന ദിവസം സത്യം പറഞ്ഞാല് പാട്ടും സാധനമൊക്കെ വെച്ചെങ്കിൽ ഞാൻ ഡാൻസും കളിച്ചില്ല, ഞാൻ വേറൊരു മൂഡിലായിരുന്നു. കാരണം നമ്മള് ഇപ്പം നമ്മൾ ഹൃദയം കൊടുക്കണ എവിടെ